ഗാസയിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന തള്ളി ഇസ്രായേൽ. ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിലെ സൈനിക നടപടി അതിന്റെ ലക്ഷ്യത്തോടടുക്കുകയാണെന്നും ബന്ദികളുടെ മോചനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഒരു ഇസ്രായേൽ ചാനൽ ഒരുക്കിയ പൊതുജനങ്ങളുമൊത്തുള്ള അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. സേനയുടെ ഒരു വിഭാഗം ലെബനോൻ അതിർത്തിയിലേക്ക് പോകുകയാണെന്നും ഹിസ്ബുള്ളയിൽ നിന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യ ഘടകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബന്ദികളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഗാസ യുദ്ധം അവസാനിക്കാതെ ലെബനോൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ അറിയിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജെയ്ക്ക് സള്ളിവൻ ഉറപ്പു നൽകി. അതേസമയം ലെബനോനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേലിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലെബനനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ലെബനൻ യുദ്ധം പശ്ചിമേഷ്യയുടെ മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.